ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഗ്ലോബൽ വില്ലേജിലെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അവിടെ ഒരു ലാക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ബോട്ടിൽ കുഞ്ഞു കുഞ്ഞ് ഫുഡിൻ്റെ ഷോപ്പുകളാണ്. ഇവിടെ മെയിനായിട്ട് സീ ഫുഡാണ് കിട്ടുന്നത്. അതുപോലെ തായ് ഫുഡും നമുക്ക് കിട്ടും. പിന്നെ കട്ട് ചെയ്ത ഫ്രൂട്ടിൻ്റെയൊക്കെ ഷോപ്പുണ്ട്. ഫ്രൂട്ട് കട്ട് ചെയ്തതും അതുപോലെ ജ്യൂസൊക്കെ നമുക്ക് ഫ്രഷ് ജ്യൂസൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലായിടത്തും കേട്ടോ. പിന്നെ നമുക്കിവിടെ നിന്ന് ഫുഡ് വാങ്ങിയതിന് ശേഷം സൈഡിൽ നിന്നിട്ട് കഴിക്കാൻ വേണ്ടി സ്പേസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. പിന്നെ സീ ഫുഡൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് അറിയാമല്ലോ നമുക്ക്. ഇതുവരെ തായ് ഫുഡൊന്നും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നോക്കി പോവുകയാണ് റേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു കാര്യം, ഈ ലേക്കിൻ്റെ നടുക്കായിട്ട് ഒരു ഡ്രാഗൺ പോലത്തെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലൈറ്റൊക്കെ കൊടുത്തിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നടന്നു പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ഫയർ വർക്കിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ മനസ്സിലായി അടുത്ത ഏതോ രാജ്യത്തിൻ്റെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈം ആയെന്ന്. അപ്പോൾ തൊട്ടടുത്ത് നിന്ന് ഒരാൾ ഹാപ്പി ന്യൂ ഇയർ തായ്ലൻഡ് എന്നിങ്ങനെ വിളിച്ച് പറയുന്നതാണ്. കേൾക്കാൻ നല്ല രസമായിരുന്നു. ഞാൻ അയാളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവരുടെ രാജ്യത്തിൻ്റെ പേര് ഇങ്ങനെ ഡ്രോണിൽ എഴുതി കാണിച്ചപ്പോൾ അവരെ മുഖത്ത് സന്തോഷവും ആ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നതിൻ്റെ ആ സന്തോഷവും വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളെ രാജ്യത്തിൻ്റെത് എഴുതി കാണിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീല് വേറെയാണ്. അത് നമ്മളെ രാജ്യത്ത് നിന്ന് പുറത്തെവിടെയെങ്കിലും നിൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഫ്രൂട്ടിൻ്റെ ഒരു ഷോപ്പാണ്. ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐശുവിനും അഫ്രയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയായിരുന്നു. ഐശു അങ്ങനെ ചോക്ലേറ്റ് വെച്ച സ്ട്രോബെറിയും അഫ്രയും കട്ട് ചെയ്ത ഫ്രൂട്ടും വാങ്ങിയായിരുന്നു. ഇത് പിന്നെ നമ്മൾ സ്ക്വിഡ് ബ്രോസ്റ്റഡ് ഇല്ലേ, നമ്മൾ ചിക്കൻ ബ്രോസ്റ്റഡ് പോലത്തെ സ്ക്വിഡ് ബ്രോസ്റ്റ് ചെയ്തതാണ്. പിന്നെ സീഷെല്ലിൽ നമ്മൾ ഇങ്ങനെ അവരൊരു ഇതിൽ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന സംഭവമാണ്. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂടെ കുറച്ച് 2 സോസും കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഫൈനലി നമ്മളെ രാജ്യത്തിൻ്റെ പേരും ഇങ്ങനെ ഡ്രോണിൽ എഴുതി കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫയർ വർക്ക് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ ഇന്ത്യ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയണുണ്ട്. അപ്പോൾ അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അടുത്തതായി ഞങ്ങളൊരു പവലിയനിലാണ് കയറിയത്. അത് ആഫ്രിക്കയുടെ പവലിയനാണ്. കയറാൻ എപ്പോഴും ഇഷ്ടമുള്ളൊരു പവലിയനും കൂടെയാണ്. അവിടെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. എസ്പെഷ്യലി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആയിട്ട് ഉള്ള സോപ്പ്, അതുപോലെ ഷിയ ബട്ടർ, അലോവേര, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഒക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ കുറേ കരകൗശല വസ്തുക്കൾ, ഈ ചിരട്ടയിലും അതുപോലെ മരത്തിലൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങൾ, സ്പൂണുകൾ, അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ബാഗുകൾ, ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ കുറേ സംഭവം വാങ്ങാൻ നമുക്ക് പറ്റും. റേറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റായിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്.
ഗ്ലോബൽ വില്ലേജിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടുത്തെ ഓൺ ടൈമിൽ ന്യൂ ഇയറിൻ്റെ ഫയർ വർക്ക് നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ല വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ.